ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പാറുവാണ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി ചന മസാലയാണ്. ചന മസാല നേരത്തെ ഞാനൊന്ന് ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ കോക്കനട്ട് ഉപയോഗിച്ചത്, തേങ്ങ അരച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമ്മൾ കഴിക്കുന്ന നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കഴിക്കത്തില്ലേ, പൂരിയുടെയും ബട്ടൂരിയുടെയും കൂടെ നമ്മൾ കഴിക്കുന്ന ആ ചന മസാല അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം 1/4 കിലോ വെള്ളക്കടല എടുത്തിട്ട് സോക്ക് ചെയ്യാനിട്ടിരിക്കുമായിരുന്നു. ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം അത് കഴുകി വാരി എടുത്തതാണ്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഇതിന് മോളി വരത്തക്ക രീതി വെക്കണേ. വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് വേവിക്കുക. ഇപ്പോൾ ഉപ്പിടണ്ട. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ, ഓരോ കടലേക്കനുസരിച്ച് ഇതിപ്പോൾ ഒരു 4 വിസിൽ ഞാനിപ്പോൾ ഇവിടെ കേൾപ്പിക്കാൻ പോവാം. 4 വിസിൽ കേട്ടതിന് ശേഷം ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞ് പ്രഷർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കിവിടെ ഞാൻ ഒരു 3 ചെറിയ സവാള, 3 സവാള, വലിയ സവാള ആണെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ ഒരു 2 സവാള എടുത്താലും മതി. ഇവിടെ ഞാനിപ്പോൾ ഒരു ചെറിയ സവാള ആയിരുന്നുകൊണ്ട് ഒരു 3 സവാള, ഈ ഒരു പീസ് ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 2 ടൊമാറ്റോ, ഇത് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഞ്ചി ഇതൊരു 4-5 പീസാക്കി, വെളുത്തുള്ളി ഇങ്ങനെ തന്നെ ഇടണോട്ടെ. ഇങ്ങനെ നമുക്ക് കുക്കറിൽ ഇട്ട് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒരു 2 വിസിൽ കേൾപ്പിക്കാവേ. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടയ്ക്കാം. നമ്മുടെ കടല ഇവിടെ 4 വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്ക് കടല ഓഫ് ചെയ്തിടാം. ഇനി ഇതൊരു 2 വിസിൽ കേൾക്കട്ടെ. ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. കടല വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. മസാല തയ്യാറാക്കുന്നതിനായിട്ട് നമുക്കൊരു ബൗൾ എടുത്ത് വെച്ച് ആ ബൗളിലേക്ക് ഒരു ഒരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത്, അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറിന് നമ്മൾ 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, അതിനുശേഷം 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച്, എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉരുവ ഇല പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണങ്ങിയ ഉരുവ ഇല, കസൂരി മേത്തി ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ഇടാം. ചെറിയ ജീരകം ഇട്ട് ഇതെല്ലാം ഒന്ന് പൊട്ടിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലപ്പൊടി ഇല്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മസാല ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് നമുക്ക് ആ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും
ഇഞ്ചി വെളുത്തുള്ളിയില്ലേ, അത് ഒരു പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കും. നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് നിങ്ങൾക്ക് കുറച്ച് പാടാണെന്ന് തോന്നും, പക്ഷെ ഒന്നുമില്ല, എളുപ്പമാണ് ഇത് ചെയ്യാൻ, ഒരു പാടില്ല. മറ്റേ നമ്മൾ വഴറ്റിക്കൊണ്ട് നിൽക്കുന്നത് പോലെയുള്ള ഒന്നും ഒരിതുമില്ല. നമ്മൾ ചാനയിൽ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കടലയും ഈ മസാലയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തത് ഒരു മുറി നാരങ്ങയുടെ നീര് പിഴിയാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചന മസാല റെഡി. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാവേ. അതല്ല, ചിലരാണെങ്കിൽ ഇതിൽ കുറച്ചെടുത്തിട്ട് ഒന്ന് അരച്ച് ചെറുതായിട്ട്, അതായത് പൾസ് മോഡിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കും. അത് ഒത്തിരി അങ്ങ് തിക്ക് ഗ്രേവി വേണ്ട. ഇതിപ്പോൾ അത്യാവശ്യം തിക്ക് ഗ്രേവിയാണ്, ഞങ്ങൾക്ക് ഈ ഒരു പരുവം മതി. ഈ ഒരു രീതിയിലാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നത്. ഒത്തിരി അങ്ങ് കടല ഉടഞ്ഞ് അങ്ങനെയല്ല കിട്ടുന്നത്. എന്നിട്ട് അപ്പോൾ നമ്മുടെ ചന മസാല റെഡി. ഇനി ഇതിൻ്റെ കൂടെ ബട്ടൂരി ഉണ്ടാക്കിയിട്ട് നമുക്ക് അതുമായിട്ട് കഴിക്കാം. എല്ലാവരും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ലതാണ്. രാത്രിയിൽ നിങ്ങൾക്ക് ഒരു വൈകുന്നേര സമയത്ത് കറി ഉണ്ടാക്കി വെച്ചാൽ രാത്രിയിലത്തേക്കും നമുക്ക് യൂസ് ചെയ്യാം, രാവിലത്തേക്കും എടുക്കാം. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.